എത്രയോ പ്രാവശ്യം ഇങ്ങോട്ട് പാലക്കാട് പോകുന്നുണ്ടെങ്കിലും ഒരേ ഒരു കാരണമുള്ളൂ, പാലക്കാട്ടുകാരുടെ സ്നേഹം. ഹലോ, അപ്പൊ നമ്മളിന്ന് റൂബിനെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് റൂബി. റൂബി ഹായ് ഹായ്. റൂബി കുറച്ച് അഗ്രഷൻ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ഇന്നലെ സ്റ്റേ ചെയ്ത് അരുണിന്റെ വീട്ടിലാണ്. ഞാൻ പാലക്കാട് വന്നിട്ട് അരുണിന്റെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പം എടാ എൻ്റെ ബാഗ് എടുത്തില്ലടാ, എൻ്റെ ബാഗ് ഗൈസ്. ഇതാണ് അരുണ്. പാലക്കാട് ഞാൻ എപ്പോൾ വന്നാലും ഞാൻ ഇവൻ്റെ വീട്ടിലാണ്ടാവാറ്. ഇവൻ്റെ ഏരിയ പക്ഷേ അടിപൊളി സ്ഥലമാണ് ഗൈസ്. അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണ്, ഒരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പിന്നെ ഈ ബാക്ക് സൈഡിലൊക്കെ ഫുള്ള് എന്താ പറയുക, വയലാണ്. ഇപ്പം അത് വയൽ നികത്തിയിട്ടേക്കുവാണ്. അപ്പം നമുക്ക് ഇവൻ്റെ ഒരു കസിന് ഇവിടെ എന്തോ കരിക്കിൻ്റെ ജ്യൂസ് എന്തോ നടത്തുന്നുണ്ട് പറഞ്ഞു. അപ്പം നമ്മൾ കരിക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം ഇന്ന് കരിക്ക് ജ്യൂസ് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് പോയി നോക്കാം. ഡ്രൈവർ ഇവന് മറ്റേ ഇൻവെർട്ടറാണ് ഗൈസ്, ഇൻവെർട്ടർ. അപ്പോൾ നമുക്ക് പോയി നോക്കാം കടയിലെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് അവിടെ പോയിട്ട് കാണാം ഗൈസ്. ഇതാണ് നെല്ല്, പാലക്കാട്ടുള്ള നെല്ല്. ഈ നെല്ലൊക്കെയാണ് നമ്മൾ അരിയായിട്ട് ഉപയോഗിച്ച് തിന്നുന്നത്. ഇവൻ്റെ വഴി കണ്ടോ ഗൈസ്, നല്ല ഒരു എന്താ പറയുക, കാമൻ ക്വയറ്റായിട്ടുള്ള കണ്ടോ, രണ്ട് അപ്പാപ്പന്മാർ ഇവിടെ ഇരുന്നിട്ട് എന്താ പറയുക, കഥ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. നല്ലൊരു വഴിയാണ് ഇവൻ്റെ. റോഡൊക്കെ പക്ഷെ അടിപൊളി റോഡ് കേട്ടോ ഗൈസ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ റോഡ് ഇതേ ഒരു ചെറിയ വഴികളിലൊക്കെ റോഡ് ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ പാലക്കാട് ഉള്ളേരിയയിലൊക്കെ റോഡ് നല്ല റോഡാണ്. ഇവിടെ ആരായിരുന്നടാ MLA ഇതിന് മുന്നേ? നല്ല ആളോടാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഈ സ്ഥലത്തിന് കറക്റ്റായിട്ട് പറയുന്നത് എന്താ, തേൻകുരിശി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണിത് ഗൈസ്. എന്തായാലും അടിപൊളി സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലക്കാട്ടുകാരുടെ സ്നേഹം അത് പറഞ്ഞറിയിക്കേണ്ട സാധനം തന്നെയാണ്. ഞാൻ എത്രയോ പ്രാവശ്യം ഇങ്ങോട്ട് പാലക്കാട് പോകുന്നുണ്ടെങ്കിലും ഒരേ ഒരു കാരണമുള്ളൂ, പാലക്കാട്ടുകാരുടെ സ്നേഹം അത് അടിപൊളി, ഒന്നും പറയാനില്ല ആ ഒരു കാര്യത്തിനകത്ത്. എന്തായാലും ഗ്രാമങ്ങളും ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാലക്കാട് വെയിലുണ്ടോ ചോദിച്ചു, വെയിലുണ്ട്. പക്ഷെ ഇവൻ്റെ ഏരിയയിലൊക്കെ പക്ഷേ എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. രാവിലെയൊക്കെ ഭയങ്കര തണുപ്പ്, രാവിലെ ഒന്നും എണീക്കാനേ തോന്നില്ല, നല്ല തണുപ്പടിച്ച് കിടക്കാം നമുക്ക് ഗൈസ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇവൻ്റെ, ഞാൻ പറഞ്ഞില്ല, കസിൻ. ഒരു മിനിറ്റ് ഞാൻ കിടക്കാം. ഇവിടെ നെല്ല് ഇങ്ങനെയാണ് ഗൈസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെല്ല് ഉണക്കാനിട്ടിട്ട് ഇട്ടോണ്ടിരിക്കുന്നത്. നല്ല രസമല്ലേ ഇവിടെ, ഓരോ ഫ്രെയിമും അടിപൊളി ഫ്രെയിം. ഇതിനാണ് പറയുന്നത് നെല്ലിൽ നിന്നും പതിര് വേർപ്പെടുത്തുന്നത്. നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. ഞാനൊരു വ്ളോഗ് എടുക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് ഗൈസ് മെഷീൻ കംപ്ലൈൻ്റ് ആണ് ഗൈസ്. നമ്മൾ ആശിച്ച് മോഹിച്ചൊരു ഇളനീർ ജ്യൂസ് കുടിക്കാൻ വന്നപ്പോൾ മെഷീൻ കംപ്ലൈൻ്റ് ആയി. ഇത്രയും ഗതികെട്ടോ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. ഈ ഒരു കാര്യം നമ്മൾ കോഴിക്കോട് സൈഡിലുള്ളവർക്കൊന്നും കാണാൻ കിട്ടാത്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇതാണ് നെല്ലിന്ന്, ഇതിന് ഇവിടുന്ന് പറയുന്ന പേരെന്ന് വെച്ചാൽ നെല്ലിന്ന് പതിര് വേർതിരിക്കുക എന്ന് പറയും. രണ്ട് സബ്സ്ക്രൈബർ നമുക്ക് കിട്ടാൻ പോവാണ്. നമ്മള് കരിമ്പ് ജ്യൂസ് കുടിക്കാനാണ് വന്നത്. പക്ഷെ കരിമ്പ് ജ്യൂസ് ഇന്ന് ഓരോ മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇന്ന് കരിമ്പ് ജ്യൂസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് നോക്കാം, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. ഇൻവെർട്ടർ തന്നെ നമുക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നുണ്ട്. നമ്മൾ അടിച്ചു നോക്കാം. ഗൈസ്, അങ്ങനെ പാലക്കാട് നമുക്ക് ഒരു സബ്സ്ക്രൈബർ കൂടി കിട്ടുകയാണ്. ഒരു സബ്സ്ക്രൈബർ കൂടി കിട്ടിയിട്ടുണ്ട്.
ഒരു ഇതെന്തോ കൊക്കക്കോള ആണെന്ന് പറയുന്നത്, സ്പെഷ്യൽ കോള എന്ന് പറയുന്ന സാധനം. അവനെടുത്തത് ജീരക സോഡ. അപ്പോൾ നമ്മൾ ഇവൻ്റെ ഇവിടുത്തെ ഒരു പീടികയിൽ കയറിയതാണ് ഗൈസ്. മൈക്ക് എടുത്തു വെച്ചു. ഇത് കുടിച്ചോ ഗൈസ്. ഇത് ജീരക സോഡ. നമ്മൾ നാട്ടിലത്തെ അതേ ടേസ്റ്റ് ആണോ നോക്കട്ടെ നമുക്ക്. അല്ല, നോക്കട്ടെ. ഏകദേശം നമ്മൾ നാട്ടിൽ സെയിം ടേസ്റ്റ് തന്നെയാണ് പാലക്കാട്. നമ്മുടെ നാട്ടിലൊക്കെ ഇടക്കൊന്നും കാണുന്ന മരമാണത്, ആര്യവേപ്പിൻ്റെ മരം എന്ന് പറയും. കുറേ ബ്യൂട്ടി, സൗന്ദര്യത്തെ ആരാധിക്കുന്നവർക്ക് ഈ മരത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവിടെ കോള വിട്ടറാ, ജീരകം, ഇനി കോള. മറ്റായോ, ഇതാണ് കോള. സംഭവം കോള എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് കൂടെ അരിഷ്ട പോലെ ഉണ്ട് ഗൈസ്. I don't like it. ജീരക തന്നെ രസം. ഞാൻ സക്സസ്ഫുള്ളി കുടിച്ചു കഴിഞ്ഞ് നമ്മൾ സോഡൻ്റെ ട്രെയിനകത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി അരുണിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാം. എന്നിട്ട് അവിടുന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റോറിൽ പോയിട്ട് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ സ്റ്റോറിലാണ്. സ്റ്റോറിൽ നിന്ന് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ, മദർലാൻഡ് മസാല സോഡ കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി നമ്മൾ സ്ഥലം വരെ പോകുന്നുണ്ട്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഒന്ന് മാങ്ങ നീശുണ്ടാക്കി അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് പറയണ്ട. നമ്മളെ നല്ല മത്തിക്കറി വിത്ത് മാങ്ങക്കറി, പിന്നെ നല്ല